ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ മദ്രസയിലെല്ലാം കൊണ്ടുവിട്ടിട്ട് വന്ന് ജിമ്മിന് പോയിട്ടാണ് ഇന്ന് അടുക്കളയിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദോശയും ചട്നിയാണ്. ഉഴുന്ന് ദോശയും തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച്. അപ്പോൾ ഇതില്ലേ കുക്കറിൽ എന്താ വെക്കുന്നത് വെച്ചാൽ ഈ മുതിര എന്ന് പറയുമല്ലോ, ഇവിടെ കേട്ടിട്ടില്ല. ഇവിടുത്തെ പേര് ഞാൻ മുതിര എന്നാണ് എനിക്കറിയാം, എൻ്റെ നാട്ടിലത്തെ പേരൊന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ നാട്ടിൽ തോല് പരിപ്പ് അങ്ങനെ എന്തോ പറയുന്നെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ എൻ്റെ സ്കൂളിലെ സമയത്ത് എനിക്ക് നമ്മൾ സ്കൂളിൽ അത് കറി വെക്കും, അപ്പം ഞാൻ അത് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, അത് കുക്കറിൽ രാത്രിയെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ട് ഇപ്പോൾ കുക്കറിൽ വേഗം വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നല്ലതാണ്, വെയിറ്റ് ലോസിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല പ്രോട്ടീനുമാണ്, നല്ല ഒരു സാധനമാണ്. നല്ല ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്രയും ഇതുണ്ടാവുമെന്ന്. വെയിറ്റ് ലോസിൽ ശ്രമിക്കുന്ന ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അടുത്ത് തേങ്ങ ചിരണ്ടെന്ന്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജന്മനാ ഉള്ള ഒരു മലയാളി അല്ല. ഞാൻ ജനിച്ച് വളർന്ന നാട് ശ്രീലങ്കയാണ്. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഇട്ടുന്ന ക്ഷമിച്ചാൽ. മുത്തുമണീസ്, എൻ്റെ കയ്യിലുള്ള ഹെന്ന വന്ന് ഞാൻ ഇട്ടതാണ്. ഡിസൈൻ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അപ്പോൾ ചട്നിയിലെ തേങ്ങ മിക്സിയിലിട്ട്, അപ്പം ഞാൻ തേങ്ങാ ചട്നി അരക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ മല്ലി, പുതിന, കരിവേപ്പില, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, തൈര് ചില സമയത്ത് ഇടും. തൈര് ഇടും, പുളിക്ക് വേണ്ടിയിട്ടാണ് ഇത്തിരി തൈര് ഒഴിക്കുക. അപ്പോൾ അതാണ് എൻ്റെ ചട്നി. അപ്പോൾ അതിനുള്ളത് മിക്സിയിൽ അതെല്ലാം ഒക്കെ ഇടുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ വെച്ച് നന്നായിട്ട് മിക്സിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുത്ത് എന്താ ചെയ്യുന്നത്, അപ്പോൾ കുക്കറിൽ വിസിലൊക്കെ വന്ന് അപ്പോൾ അത് വേറെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ചട്നിക്കുള്ള കടായി അടുപ്പത്ത് വെച്ചോ. അപ്പോൾ ഇത് കൂടുതലാണ് മാവ്, എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഡ്ഡലിക്ക് കണക്കായിട്ടാണ് അരച്ചത്. അപ്പോൾ നമുക്ക് അത്ര ഒന്നും വേണ്ട, അത് കുറച്ചൊന്ന് മാറ്റിയിട്ട് നമുക്ക് ദോശക്കുള്ളത് ഉപ്പൊക്കെ ഇടാം. ഞാൻ രാത്രി അരച്ച് വെക്കുന്ന സമയത്ത് ഉപ്പൊന്നും ഇടില്ല. ഉപ്പിട്ടാൽ ഇടില്ല, എന്താണെന്ന് അറിയില്ല, പൊന്തൂല ഉപ്പിട്ടാൽ. അപ്പോൾ ഞാൻ ചട്നിക്കുള്ള ഓയിൽ ഒഴിച്ചു. അപ്പോൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കടുക് ഇടുന്നുണ്ട്. കടുക് ഇത്തിരി ഇടും. അപ്പോൾ നമ്മൾ നല്ലതിന് കടുക് പൊട്ടിയ ശേഷം മുളക്, കരിവേപ്പിലയാണ് ഇടുന്നത്. ചുവന്ന മുളകുണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ട് ഇട്ടാൽ, അപ്പോൾ നമ്മൾ ഈ ചട്നി ഒഴിക്കുന്ന സമയത്ത് സ്റ്റൗ അങ്ങ് ഓഫാക്കണം, എന്നാലേ നല്ല ഉണ്ടാകുക. അപ്പോൾ തെറിഞ്ഞ പോലെ അങ്ങ് വരില്ല. അപ്പോൾ ഞാൻ ഇന്ന് നാരങ്ങ നീരാണ് ഒഴിച്ചിട്ടുള്ളത്. അടുത്ത് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചു. അപ്പക്കന്നെ മുതിര നമ്മൾ പുതകാൻ വെച്ചിട്ടുള്ള മുതിര വെന്തു. അപ്പോൾ അത് നോക്കുന്നുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടത്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഞാൻ ദോശക്കുള്ളത്, അപ്പോൾ ദോശ വന്നിട്ട് ഓരോരാൾ കഴിക്കാനിരിക്കുന്ന അനുസരിച്ചിട്ടാണ് ചൂടുക. ഉഴുന്ന് ദോശ സ്വതവേ അങ്ങനെയാണല്ലോ, നമുക്ക് അരി ദോശ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ദോശ റെഡിയായി. അപ്പോൾ എനിക്കുള്ള കോഫി ബ്ലാക്ക് കോഫിയാണ് രാവിലെ കുടിക്കുക. ബ്ലാക്ക് കോഫിയിൽ ഒരു ഇത്തിരി ഞാൻ ഗീ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നല്ലതാണ് ഹെൽത്തിന്. അപ്പോൾ നല്ല ഫാറ്റാണല്ലോ അത്, ഗുഡ് ഫാറ്റ് വന്ന് നമുക്ക് കഴിക്കുന്നത്. അതിന് ശേഷം ഒരു അതിഥി വന്നിട്ടുണ്ട്, നമ്മൾ തൊട്ടപ്പുറത്ത് വീട്ടിലെ പരമ്പത്തെ. ഓരിങ്ങനെ വിളിക്കുക, എന്നെ അഭിനയിച്ചെന്ന പേര്. അപ്പോൾ ഓരിങ്ങനെ വിളിക്കുക, ഇതൊന്ന് നോക്ക് പാത്തു എന്നാണ് ഇവിടെ എല്ലാവരും എന്നെ വിളിക്കുക. അപ്പോൾ നോക്കുന്നത്, നിങ്ങൾ കണ്ടില്ലേ പാമ്പിനെ, അത് അങ്ങോട്ട് പോകുന്നു. നല്ല പേടിയാണ്, ആർക്ക് നല്ല പേടിയില്ല. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് പിടിക്കാനൊന്നും പറ്റില്ല, അത് അവരുടെ വിറകലിലുള്ള സ്ഥലത്തെ അങ്ങ് പോയി. നമ്മളപ്പോൾ അങ്ങനെ കോഫി കുടിക്കാമെന്ന് വെച്ചിട്ട് ഐസലിൻ്റെ സ്കൂളിൻ്റെ സമയം ആകുന്നേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കോഫിയൊക്കെ കുടിച്ചിട്ട് അയക്കാമെന്ന്. അപ്പോൾ തൊട്ട് ഇപ്പുറത്തുള്ള സീനേച്ചി എന്ന് പറയുന്ന ഓരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പാമ്പിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എമേച്ചിക്ക് ഒരു പേടിയും ഇല്ല, അത് വീട്ടിൻ്റെ ഒരു സൈഡിലാണ് പോയത്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് ഞാൻ പാമ്പിനെ കണ്ട സമയത്ത് ഭയങ്കര വിറയുമായി. എനിക്ക് അങ്ങനെയാണ്, എന്തൊക്കെ ആവും ശരീരത്തിൽ നിന്ന് ഈ വിറയിളകുന്ന പോലെ ഉണ്ടാകുക. അങ്ങനെ പേടിയാണ്. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടി ഐസലിൻ്റെ ഓരോരോ കാട്ടിക്കൂട്ടലാണ്. ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നല്ല ക്ലൈമറ്റാണ്, ഇന്ന് വെയിലൊന്നും അത്ര ഇല്ല. അപ്പോൾ അവർ മാല ഇട്ടിട്ടാണല്ലോ, അപ്പോൾ ആ പാമ്പിനൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ദോശ അടുത്ത് കുട്ടികളൊക്കെ റെഡിയായിരുന്നല്ലോ. അപ്പോൾ ഐസലിനുള്ള ദോശയാണ് ശരിയാക്കുന്നത്. ഐസലിന് ദോശ കൊടുത്തിന് ഈ സ്കൂളിൽ ഭക്ഷണം കൊടുക്കുന്നതാണ്. ഭക്ഷണം കഴിയുക ഇതുപോലൊരു മടിയുള്ള കുട്ടി നിങ്ങൾ കണ്ടിട്ടില്ല, ചട്ടിനി പോലും കൂട്ടിയിട്ടില്ല, വെറും ദോശയാണ് കഴിക്കുക. ഒന്ന് ഈ ഇടയായിട്ട് പറയുക എരിയുന്നു. ഇതിൻ്റെ മുമ്പെയൊക്കെ നല്ല എരിവുള്ള മുളക് കറിയില്ലേ, അതുവരെ കഴിക്കുന്ന ആ കൂട്ടത്തിലാണ് ഓന് നല്ലോണം.
നല്ല എരിവ് കൂട്ടുന്ന ആളെ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഹോംവർക്ക് എഴുതാൻ രാത്രി കുറച്ച് എഴുതിയിട്ട് അങ്ങനെ തന്നെ ഉറങ്ങി ഗൈസ്. അപ്പോൾ അതിനുള്ള ഹോംവർക്ക് കൂടിയാണ് എഴുതിപ്പിക്കുന്നത്. അപ്പോൾ ആ കഴിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പറയണമെന്നറിയോ, അതൊന്ന് വായിൽ വെക്കാൻ ഓരോരോ വായിക്ക് ഓരോരോ ഉമ്മ കൊടുക്കുന്ന സമയത്ത് തന്നെ വായി തുറന്നു തരാം. അതിനെ വേണ്ടാന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ വരാം ഗുഡ് ബോയ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തൊക്കെയോ പറഞ്ഞിട്ട് കഴിപ്പിക്കണ്ടേ അല്ലേ. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത് നിൽക്കുകയാണ്, ഇനി ഇരുന്നിട്ടുള്ള എഴുത്തൊക്കെ കഴിഞ്ഞ് ഇനി കിടന്നിട്ടുള്ളതാണ് ഇനി അങ്ങോട്ടേക്ക്. അങ്ങനെ ഞാനിത് കഴിക്കാൻ ഇനി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാക്കുന്നത്. അപ്പോഴും വായിലിങ്ങനെ കഴിക്കത്തില്ല കഴിച്ച് ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇനി മുടിയൊക്കെ വളർന്ന് വേഗം എഴുതിക്കോന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. വെള്ളം എന്തായാലും നല്ലോണം കുടിപ്പിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വണ്ടി വന്നു ഗൈസ്. വണ്ടി ഹോൺ അടിക്കുന്ന സമയത്ത് നമ്മളിതാ പോകുന്നത്. ഇന്ന് കാലിൽ ചെറിയൊരു പൊട്ടില്ലോണ്ട് ഷൂ അങ്ങ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ് മോൻ്റെ ഓട്ടോ. അപ്പോൾ ഓട്ടോ കയറി ഇരുന്നാൽ ഒരു എത്തുന്നവരെ ഉമ്മത്ത് എത്തേ ഉണ്ടാകുക. ഭയങ്കരമായിട്ട് ഉമ്മത്ത് തന്നുകൊണ്ടിരിക്കണം. ഉമ്മനോട് ആ കൂട്ടാൻ വരണേ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഇതാണ് നമ്മൾ പറഞ്ഞ് മുതിര വന്ന് അത് മിക്സിലൊക്കെ അരച്ച് അപ്പോൾ കുറച്ച് ജീരകപ്പൊടിയോ മുളകില്ലേ പൊടിച്ചിട്ടുള്ള മുളകാണ് ഇട്ടുകൊടുത്ത്. അത് കഴിഞ്ഞിട്ട് അത് கொஞ்சം തണിഞ്ഞോട്ട് വെച്ചിട്ട് നമ്മൾ കിടക്കൊക്കെ ശരിയാക്കാൻ വന്ന്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് കലാപരിപാടികൾ കുറേ ഉണ്ടല്ലോ. ഇനി തൂത്തലോ അടിക്കലോ വാറലോ ഒക്കെ കുറേ പണിയുണ്ട്. അങ്ങനെ ആദ്യം ഇതിനെ കിടക്ക ശരിയാക്കാമെന്ന് വന്നു. അത് കഴിഞ്ഞാൽ ഇനി അടിക്കണോ, അടിച്ചൊക്കെ വാരികൾ തുടക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി തുടക്കലാണ് പരിപാടി. അടുത്ത് അങ്ങനെ വീടൊക്കെ മൊത്തത്തിൽ പൊടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ തിങ്കളാഴ്ച ആയാൽ വീട് സ്കൂളിൽ പോയ ശേഷം നല്ലോണം തുടച്ച് ക്ലീനാക്കി വീടൊക്കെ ഭയങ്കര സൈലൻ്റ് ഭയങ്കര വൃത്തിയാണ് ഉണ്ടാകുക. കുട്ടികളൊക്കെ അങ്ങ് കയറിയാൽ വന്ന് അത് അങ്ങോട്ട് വലിച്ചിടുക ഇങ്ങോട്ട് വലിച്ചിടുക. എല്ലാവരുടെ കുട്ടികളുടെ വീടും അങ്ങനെയാണല്ലേ. അപ്പോൾ അങ്ങനെ വീടൊക്കെ തുടച്ചിട്ട് ഇനി ഉച്ചഭക്ഷണത്തിൽ പ്രിപ്പറേഷൻ ആക്കണം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പരിപാടിയൊക്കെ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ വിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. ടാറ്റ ബൈ ഗൈസ്.